നമ്മളെ വേണ്ടാത്ത ഇടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുക. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് ബന്ധങ്ങളായാലും മിത്രങ്ങളെ ആയാലും ഏത് മേഖലയായാലും ഒരു ജോലി ആയാലും നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്ക് നല്ലതല്ലാത്ത ഇടങ്ങളിൽ നിന്നും നമ്മൾ ഇറങ്ങിപ്പോവുക. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വലത് കരണത്തെ അടിക്കുമ്പോൾ നിന്റെ ഇടത് കരണം കൂടി നീ കാണിച്ചു കൊടുക്കണം. പക്ഷേ നമ്മളത് ചെയ്താൽ ഇവർ നമ്മുടെ മുതുകത്തുകൂടി കയറി ഇടിച്ചിട്ട് പോവും, തല്ലിയിട്ട് പോവും. അതിന് നമ്മൾ ഇടവരുത്താതിരിക്കുക. നമ്മളാർക്കും നന്മ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ നന്മ ചെയ്യുക, പ്രതിഫലം കിട്ടും. നമ്മൾ അനാഥരായിട്ടുള്ളവരെ, രോഗികളായിട്ടുള്ളവരെ, അങ്ങനെയുള്ളവരെ നമ്മൾ ശുശ്രൂഷിക്കുക. അവർ നമ്മൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ദൈവം കേൾക്കും, നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഇത് ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട്, ആവശ്യമില്ലാത്തതോട് നമ്മൾ വാരിക്കോരി ചെയ്തു കൊടുക്കും. പ്രതിഫലം വേദനയായിരിക്കും. ആ വേദന നമ്മൾ സ്വയം ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ സ്വത്തായാലും നമ്മുടെ സഹായങ്ങൾ ഏത് തരത്തിലായാലും നമ്മൾക്ക് ശരീരം കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളുണ്ട്, കൈ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളുണ്ട്. അത് അർഹിക്കുന്നവർക്കേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ സ്വത്ത്, നമ്മൾ കഷ്ടപ്പെട്ട മൂല്യം എന്താണോ അത് നമ്മൾ അർഹിക്കുന്നവർക്കേ കൊടുക്കാൻ പാടുള്ളൂ. അർഹതയില്ലാത്തവർക്ക് നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ടാത്ത ഇടങ്ങളിൽ നിന്നും നമ്മൾ ഇറങ്ങിപ്പോവുക. നമ്മളെ ചേർത്ത് പിടിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. നമ്മളെ വേണ്ടാത്തവരുടെ ഇടയിലേക്ക് നമ്മൾ പോകാതിരിക്കുക. നമുക്ക് സ്നേഹം, സന്തോഷം, സമാധാനം തരാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ സമാധാനം നമ്മുടെ കൈകളിലാണ്, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യില. നമുക്കിത്തിരി സന്തോഷം കൊണ്ടുവന്നിട്ട് നിങ്ങൾ കുറച്ച് സന്തോഷം കഴിച്ചോ, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ആരും തരില്ല. നമുക്ക് വേണ്ട സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. അതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മൾ കണ്ടെത്തണം. അല്ലാതെ നമ്മൾ വളർത്തുന്നുണ്ട് മക്കളെ, നമ്മളൊന്നും ആഗ്രഹിക്കരുത്, നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. പണ്ട് പറയും, മാമ്പൂ കണ്ടും മക്കളെ കൊണ്ടും കൊതിക്കല്ലേ എന്ന്. കറക്റ്റാണത്. ഒരു ചെയ്യുന്ന മക്കളുമുണ്ട് നല്ല രീതിയിൽ സ്വന്തം അപ്പനെ അമ്മനെ അല്ലെങ്കിൽ വേറെ വയസ്സന്മാരെയൊക്കെ നോക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ കണ്ടിട്ടും കാണാതെ ജീവിക്കുന്ന മക്കളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുവാണ്, എല്ലാ അമ്മമാരോടും എല്ലാ അപ്പന്മാരോടും പറയുവാണ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട്, നിങ്ങൾ സിനിമയ്ക്ക് പോയിട്ട്, നിങ്ങൾ ടൂറ് പോയിട്ട്, ബാക്കി നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മക്കൾക്ക് നൽകുക. ഇതെല്ലാം കൊടുക്കാതെ കൊണ്ട്, നാരങ്ങവെള്ളം കുടിക്കാതെ കൊണ്ട്, സ്വരുക്കൂട്ടി വെച്ച് എല്ലാം മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ മാതാപിതാക്കളോടും പറയാനുള്ളത്, നിങ്ങളുടെ സമയം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ സമയം കടന്നു പോകും. നിങ്ങളും 16 കഴിഞ്ഞ് 26 കഴിഞ്ഞ് 56 കഴിഞ്ഞ് 66 കഴിഞ്ഞ് ഇനിയും ജീവിതങ്ങൾ ചിലപ്പോൾ ബാക്കിയുണ്ടാവും. ദുഃഖിക്കാൻ ഇടവരുത്തരുത്.